ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ കുക്കിങ്ങിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത്. വീഡിയോസ് ആയിട്ട് ഇടുന്നത് കുറഞ്ഞു. കാരണം ഒന്നാമത് എനിക്കിപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട് ഓരോ കാരണങ്ങളും കൊണ്ടൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ശരി ഇന്ന് കുറച്ച് ദിവസം ഇങ്ങനെ സംസാരിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും എനിക്ക് കുക്കിങ് വീഡിയോ ഇടുമ്പോൾ വലിയ വ്യൂസ് ഒന്നും ഇല്ല, എന്നാൽ പിന്നെ കുറച്ച് സംസാരിച്ച് വെറുതെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അവലും കുക്കുംബറും കൂടി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ഇന്നലെ കറി വെച്ചിരിപ്പുണ്ടായിരുന്നു, തക്കാളി കറി വെച്ചിരിപ്പുണ്ട്. പിന്നെ ഇന്നലെ ചില്ലി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ചില്ലി പൊറോട്ട കുറച്ച് കൂടിപ്പോയി, പാക്കറ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ അളവ് കൂടിപ്പോയി. അപ്പോൾ അത് കാരണം അത് ഞാൻ കുറച്ച് ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് അതും ഉച്ചയ്ക്ക് കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കളയാൻ പറ്റില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. പിന്നെ തൈരിപ്പുണ്ട്, പപ്പടമുണ്ട്, പപ്പടം കാച്ചിരിപ്പുണ്ട്, നെല്ലിക്ക അച്ചാർ വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ടാൻ പോകണം. ഓക്കെ. പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു ചായയിലൊക്കെയാണ് നിർത്താറ്. ചിലപ്പോൾ അതിന് ചിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ആ ചായ കുടിക്കുന്ന സമയത്ത് ഒന്ന് കുറിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ആ ചോറ് കഴിക്കുക, അതിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദോശ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ റവ ഇട്ട് ഇളക്കിയിട്ട് 2-3 ദോശ ഉണ്ടാക്കി കഴിക്കുക. എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ അതാട്ടോ പറയണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ എനിക്ക് ട്യൂഷൻ ഉണ്ട്, പിന്നെ വീട്ടിൽ കുറച്ച് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഓക്കെ. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കൽ കുറയണു. പിന്നെ ഈ പറഞ്ഞ പോലെ കറികളൊക്കെ എന്നും വെച്ചിട്ട് എനിക്ക് സമയം വേണ്ടേ, നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ. അപ്പോൾ ആ ഒരു തിരക്ക്. പിന്നെ ഞാൻ എന്താ പറയുക, അപ്പോൾ എക്സാം ടൈമാണ്, ട്യൂഷൻ ഉണ്ട്, കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. കുറച്ചാണെങ്കിൽ അവർക്ക് എക്സാം ടൈമിൽ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഗീതാ വിശ്വനാഥൻ എന്നുള്ള ചാനൽ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ആയതാണ്. അപ്പോൾ എനിക്കത് കളയാൻ പറ്റുമോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചൊന്ന് പ്രയത്നിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടൽ കുറവാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ പോവുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വെറുതെ ഒരു രസോട്ടോ, അത്രയേ ഉള്ളൂ. എപ്പോഴും ഈ കറികൾ വെച്ച് എനിക്ക് തന്നെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. നാളെ എന്ത് വെക്കും, നാളെ കഴിഞ്ഞിട്ട് എന്ത് വെക്കും, അയ്യോ ഇന്നലെ വെച്ചത് ബാക്കി ഇരിപ്പുണ്ടല്ലോ, ഇനി അതെന്ത് ചെയ്യും, ഈ ഒരു ടെൻഷനൊക്കെ നിർത്താൻ പോവാണ്. പിന്നെ ചൂട് കേട്ടോ, അന്യായ ചൂടാണ്. ഈ കിച്ചണിലൊക്കെ നിന്നാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന്. അപ്പോൾ കൂടുതൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും സാധിക്കും. പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞ് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അത് മാറി തുടങ്ങി. ഓക്കെ. അപ്പോൾ നോക്കാം. നാളെ മറ്റൊരു വീഡിയോയിലൂടെ നാളെ എൻ്റെ അതിൽ ഷോർട്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ സോങ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. പിന്നെ അതായത് 3 മിനിറ്റ് വരെയാണ് ഷോർട്സ്. അപ്പോൾ അത് ആ രീതിയിലൊക്കെ ഞാൻ ഇടാറുണ്ട്, അത് മുടക്കാറില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഷോർട്സ് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഗീതാസ് ഫുഡ് കോർട്ട് എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, നല്ല ലൈക്ക് അങ്ങോട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നാളെ കാണാം കേട്ടോ. നാളെ മറ്റൊരു വീഡിയോയിലോട്ട് വരാം. അതുവരെ എല്ലാവർക്കും